ISLന്റെ 10ാം സീസണിന്റെ രണ്ടാം ഘട്ട മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഒഡീഷ FC-ക്കെതിരെ അവരുടെ കോട്ടയിൽ അംഗത്തിനിറങ്ങുകയാണ്. ISLന്റെ ചരിത്രത്തിൽ ഇരു ടീമുകളും 21 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ 9 മത്സരങ്ങളിൽ വിജയിച്ച ആധിപത്യം കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ്. 5 മത്സരങ്ങളിൽ മാത്രമാണ് ഒഡീഷ FC-ക്ക് വിജയിക്കാനായത്. എന്നാൽ ഒഡീഷയുടെ കോട്ടയായ കലിംഗ സ്റ്റേഡിയത്തിൽ ഇരു ടീമുകളും ഇതുവരെ 6 തവണ ഏറ്റുമുട്ടിയപ്പോൾ 5 മത്സരത്തിലും ഒഡീഷയ്ക്ക് തന്നെയായിരുന്നു വിജയം. ഒരു മത്സരം സമനിലയിലും കലാശിച്ചു. അങ്ങനെ വരുമ്പോൾ കലിംഗ സ്റ്റേഡിയത്തിൽ ഒഡീഷയ്ക്ക് തന്നെയാണ് ആധിപത്യം. ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഒരു വിജയം പോലും സാധ്യമായിട്ടില്ല. അപ്പോൾ കലിംഗയിൽ ഒഡീഷയെ ഇതുവരെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ലെന്ന ചരിത്രം മാറ്റിക്കുറിക്കാൻ തന്നെയാകും ഇവാൻ ആശാന്റെ കൊമ്പന്മാർ ഇന്ന് ഒഡീഷയ്ക്കെതിരെ ഇറങ്ങുക. എന്നാൽ താരങ്ങളുടെ പരിക്കുകൾ ഒരു തിരിച്ചടിയായി തന്നെ ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ യുവതാരങ്ങളിൽ തന്നെയാകും ഒഡീഷയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. പെപ്രയുടെ പകരക്കാരൻ ജസ്റ്റിൻ ഇമ്മാനുവൽ ടീമിലുണ്ടെങ്കിലും ഡയറക്റ്റ് സ്റ്റാർട്ടിംഗ് ലെവനിൽ സ്ഥാനം പിടിക്കുമോ എന്നത് സംശയകരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുന്നേറ്റ നിരയിൽ ദിമിത്രിക്കൊപ്പം ഇന്ത്യൻ താരം തന്നെയാവും ഇറങ്ങുന്നത്. അതുപോലെ ലൂണയുടെ പകരക്കാരൻ ഫെഡർ സിർണിച്ചും ടീമിലുണ്ടെങ്കിലും ഇന്ത്യൻ കാലാവസ്ഥയുമായി ഇഴുകിച്ചേരുന്നതിനുള്ള കാലതാമസം വേണ്ടതുകൊണ്ട് തന്നെ ഒരു പകരക്കാരന്റെ റോളിലാകും ഒഡീഷയ്ക്കെതിരെ കളിക്കളത്തിൽ ഇറങ്ങുന്നത്. എന്തായാലും ഇവാൻ യൂക്കോമനോവിച്ച് ഏത് രീതിയിലാകും താരങ്ങളെ ഒഡീഷയ്ക്കെതിരെ ഇറക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ ഫുട്ബോൾ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.